വനവാസി കുടുംബത്തോട് സർക്കാരിന്റെ അനാസ്ഥ. സൗജന്യ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് പത്തനംതിട്ട ഉദിമൂട് സ്വദേശികളുടെ കുഞ്ഞിന് ചികിത്സ വൈകി. പനിയും അപസ്മാരവുമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 1.5 വയസ്സുകാരനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തെങ്കിലും സൗജന്യ ആംബുലൻസിനായി 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് കുട്ടിയെ കോട്ടയത്ത് എത്തിച്ചത്. ഇങ്ങനെ നമ്മള് കുഞ്ഞിന് ചൂട് കൂടി ഇങ്ങനെ ഫിക്സ് പോലെ വരുന്നതാണ്. 2 പ്രാവശ്യം വന്നു. അപ്പോഴ് ഒരു പ്രാവശ്യം ഗാന്ധി ആശുപത്രിയിലാണ് വന്നത്. അന്നും ഇതുപോലെ ആംബുലൻസ് വരാൻ താമസിച്ചായിരുന്നു. അപ്പൊ പിന്നെ നമ്മളത് ആരോടും പറഞ്ഞില്ല. ഇന്നലെ പത്തനംതിട്ട ആശുപത്രി കൊണ്ടുവന്നപ്പോഴ് ഇതുപോലെ 13 കിലോമീറ്റർ അകലെയാണ് കിടക്കുന്നത് ആംബുലൻസ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വരാൻ താമസമാണല്ലോ. അപ്പോഴ് വേറെ ആംബുലൻസ് പിന്നെ 108 വേറെ ആംബുലൻസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. നമ്മളിപ്പോ SP വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് സൗജന്യമായിട്ടാണ് അവിടുന്ന് ഓടി ഇവിടെ അവര് കൊണ്ടുവിടുന്നത്. അപ്പോഴും പിന്നെ എന്റെ ആങ്ങളെ അവിടെ ഉണ്ടായിരുന്നു. ആങ്ങളെ പിന്നെ അവിടെ ഇച്ചിരി ബഹളം വെച്ചായിരുന്നു. അപ്പോഴും പിന്നെ അവര് സേവാഭാരതിക്കാര് ഇങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ അവര് തക്ക സമയത്ത് ഏതായാലും അവര് നല്ല ഇതുകൊണ്ട് എളുപ്പം ഒഴുങ്ങി വരാൻ പറ്റും. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, അടിയന്തരാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാതെയല്ല ആശുപത്രി അധികൃതരുടെ പെരുമാറ്റം ഉണ്ടായത്. ഈ വിഷയത്തിൽ കൃത്യമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തവുമാണ്. പാവങ്ങളല്ലേ, ചോദിക്കാൻ ആരുമില്ലല്ലോ എന്ന ധാർഷ്ട്യം കൂടിയുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? വീണ, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഉദിമൂട് സ്വദേശികളായ കുഞ്ഞിനെയും കൊണ്ട് ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഓട്ടോയിൽ കുടുംബം എത്തിയത്. തുടർന്ന് കുഞ്ഞിന് പനിയും അപസ്മാരവും കൂടുതൽ കടുത്ത രീതിയിലേക്ക് മാറുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ഇവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. വളരെ വേഗത്തിൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ എത്തിക്കേണ്ടത് ഉണ്ടായിരുന്നു. പക്ഷേ ആംബുലൻസുകളൊന്നും തന്നെ സജ്ജമായിരുന്നില്ല. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി ആംബുലൻസ് സേവനം ഉറപ്പാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആംബുലൻസുകളൊന്നും ഈ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് അധികൃതർ അറിയിച്ചത് എന്നുള്ള കാര്യമാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. ആംബുലൻസുകളെല്ലാം ദൂര സ്ഥലങ്ങളിലേക്ക് ഓട്ടത്തിന് പോയിരിക്കുകയായിരുന്നു എന്ന് മാതാപിതാക്കളെ അറിയിച്ചു. 1 മണിക്കൂറോളം ഇവർക്ക് ആശുപത്രിയിൽ ആംബുലൻസിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. കുഞ്ഞിന്റെ നില കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ആംബുലൻസ് സേവനത്തിന് വേണ്ടി അവിടെയുള്ള ആളുകളുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഇവർ തിരക്കിയപ്പോൾ 1 കിലോമീറ്ററുകൾ അപ്പുറത്താണ് ആംബുലൻസ് ഉള്ളത്. ഇനിയും എത്താൻ വൈകുമെന്ന് ഇവരെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് ശബരിമല തീർത്ഥാടകരുടെ സേവനത്തിന് വേണ്ടി സജ്ജമാക്കിയിരുന്ന സേവാഭാരതി പ്രവർത്തകർ ഇവരുടെ അവസ്ഥ കണ്ട് ഇവരെ ബന്ധപ്പെടുകയും ആ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി സജ്ജമാക്കിയ സേവാഭാരതിയുടെ ആംബുലൻസിൽ സൗജന്യമായി വിട്ടു നൽകി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ എത്തിക്കുകയുമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗത്തിൽ ഇപ്പോൾ കുട്ടി നിരീക്ഷണത്തിലാണ്. വളരെ അത്യാവശ്യമായിട്ട് ശബരിമല സീസണാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രി ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തീർത്ഥാടകരൊക്കെ എത്തുന്ന സമയമാണ്. ആംബുലൻസുകൾ സർവ്വസമയവും സജ്ജമായി നിലനിർത്തേണ്ട സമയവുമാണ്. ഒപ്പം ഇതുപോലെ ഗോത്ര വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യ സേവനം ഏത് സമയവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയും ആംബുലൻസ് സേവനം ഉറപ്പായും ആശുപത്രി പരിസരത്ത് ആശുപത്രിയിൽ ഉണ്ടാകേണ്ടതുമാണ്. പക്ഷേ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ, ജില്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ഈ ശബരിമല തീർത്ഥാടന കാലത്ത് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അനാവസ്ഥ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഗുരുതര അനാസ്ഥകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സേവാഭാരതി പ്രവർത്തകർ DMOയ്ക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. നേരത്തെയും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ആശുപത്രിക്ക് കഴിയുന്നില്ല. ആശുപത്രിയിൽ സൗജന്യ ആംബുലൻസുകൾ സജ്ജമാക്കാൻ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നേരത്തെയും ഉയർന്നു വന്ന ആക്ഷേപം. കടുത്ത പനി, കടുത്ത അപസ്മാരവുമായിരുന്നു കുട്ടിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ സേവാഭാരതിയുടെ ആംബുലൻസ് ഓടിച്ചിരുന്ന ഡ്രൈവർ പോലീസിൽ ബന്ധപ്പെടുകയും പോലീസിന്റെ അത്യാവശ്യ നിരീക്ഷണത്തോടുകൂടി വളരെ വേഗത്തിലാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും പോലീസിന്റെ പെട്രോളിങ്ങിനോടുകൂടി തന്നെയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അതിവേഗത്തിൽ ഈ കുട്ടിയെ എത്തിക്കുകയും ചെയ്തത്. നേരത്തെയും സമാനമായ സാഹചര്യങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നു എന്ന് കുട്ടിയുടെ മാതാവ് പറയുന്നുണ്ട്. റാന്നി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും നേരത്തെയും സമാനമായ സാഹചര്യങ്ങൾ കുട്ടിക്ക് ഇവർക്ക് ഈ ആംബുലൻസ് സേവനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നു. ഈ കാര്യങ്ങൾ നേരത്തെയും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് കുട്ടിയുടെ മാതാവ് പറയുന്നത്. ഗുരുതരമായിട്ടുള്ള അനാവസ്ഥയാണ്. മണ്ഡലകാലം
തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. തീർത്ഥാടന കാലത്ത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജനറൽ ആശുപത്രിയിൽ തീർത്ഥാടകരൊക്കെ ധാരാളം എത്തുന്ന ഈ പരിശോധനകളുമൊക്കെയായിട്ട് തീർത്ഥാടകരുടെ ബാഹുല്യം ഉണ്ടാകുന്ന ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു ചൂണ്ടിക്കാണിക്കേണ്ട കാരണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ആശുപത്രിയാണ് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്. വീണ. ശരി മിഥുൻ.